ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ടുള്ളൊരു ഇയറിംഗ് ആണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹാൻഡ് മെയ്ഡ് ജ്വല്ലേഴ്സിന് എങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യവും കൂടെ പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഡക്ട്സ് നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ റേറ്റ് എങ്ങനെയാണെന്ന് നോക്കുക. അതിപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളത്. 1-2 തവണ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതിനൊരു പ്രൈസ് ഇടാൻ എങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മൾ വാങ്ങുന്ന ഓരോ സാധനങ്ങളും എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്, ആ രൂപയിൽ എത്ര എണ്ണം നമുക്ക് എത്ര ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ലെയറായിട്ട് ഈ ക്രിസ്റ്റൽ ബീഡ്സ്, ഈ ബ്ലാക്ക് കളർ ബീഡ് വാങ്ങുമ്പോൾ ആ ലെയറിൽ ഒരു 100 മുത്തോളം നമുക്കുണ്ടാവും. പക്ഷേ ഒരു 80 റുപ്പീസിനായിരിക്കും നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഓൾറെഡി എടുക്കുന്നത് ഒരു 5-6 മുത്തായിരിക്കും നമുക്ക് ആവശ്യം വരുന്നത്. ആ ബീഡ്സിന് എത്ര റേറ്റ് വരുന്നു എന്നുള്ളത് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ 80 രൂപയ്ക്ക് 80 റുപ്പീസിന് വാങ്ങുന്നതാണെങ്കിൽ ഒരു ബീഡിന് നമുക്ക് വേണമെങ്കിൽ ഒരു 2 റുപ്പീസ് വെച്ചിട്ടിടാം. അപ്പോൾ നമ്മളൊരു 5 ബീഡ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2 റുപ്പീസ് വെച്ചിട്ട് 10 റുപ്പീസേ അവിടെ ആവുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇൻവിസിബിൾ ചെയിനാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലോട്ടസിൻ്റെ പെൻഡൻറ്റ് വെച്ചിട്ട് നമ്മൾ ഇൻവിസിബിൾ ചെയിൻ ചെയ്യുമല്ലോ. അതിലാണെങ്കിൽ ഇപ്പോൾ ഞാൻ വാങ്ങുമ്പോൾ ലോട്ടസിൻ്റെ പെൻഡൻറ്റിന് ഒരെണ്ണം 25 റുപ്പീസിനാണ് വാങ്ങുന്നത്. അത് 20 റുപ്പീസിനും കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. എനിക്കത് കിട്ടിയിട്ടില്ല. 25 റുപ്പീസിൻ്റെ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെയിനിൽ തന്നെ നമ്മുടെ ആ ഒരു നെക്ലസ്സിൽ നമ്മളിപ്പോൾ ഒരു 3 പെൻഡൻറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 25 × 3 ചെയ്യുമ്പോൾ നമുക്കൊരു 75 റുപ്പീസ് അതിന് മാത്രം ആയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മളിപ്പോൾ അതിൽ ഗോൾഡ് മണി ഇടുന്നുണ്ടാവും, അല്ലെങ്കിൽ ഗുങ്കുരൂസ് ഇടുന്നുണ്ടാവും. പിന്നെ നമ്മുടെ ഗിയർ വയർ, ഗിയർ ലോക്ക്, ദെൻ ബാക്കിൽ വരുന്ന ഹുക്ക് ഇപ്പോൾ 2 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്, 3 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊക്കെ എത്ര രൂപയ്ക്കാണ് കിട്ടുന്നത് ആ റേറ്റൊക്കെ അതിലിടുക. ഇപ്പോൾ ഗിയർ വയറൊക്കെ നമ്മളൊരു റൗണ്ട് ഫുള്ളായിട്ടല്ലേ നമ്മൾ വാങ്ങുന്നത്. അതുപോലെ ഗിയർ ലോക്ക് നമ്മൾ ബൾക്കായിട്ടൊക്കെ അല്ലേ വാങ്ങുന്നത്, കുറച്ച് ഗ്രാമായിട്ട് അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ അത് നമ്മൾ വാങ്ങുമ്പോൾ എത്ര ആവുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു നോർമലായിട്ട് ചെയ്യുമ്പോൾ ഒരു 6-8 ഒക്കെ ആയിരിക്കും നമുക്ക് ഗിയർ ലോക്കുകൾ ആവശ്യം വരുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ വാങ്ങിയപ്പോൾ അതിന് ടോട്ടലായിട്ട് എത്ര രൂപയാണ് വിറ്റിട്ടുള്ളത് അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു 8 എണ്ണം മാത്രമാണെങ്കിൽ എത്രയാണ് വരുന്നതെന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. അങ്ങനെ ഈ റേറ്റ് എല്ലാം കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ആ നെക്ലസ്സിന് പ്രൈസ് ഇടാനായിട്ട്. ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് പറഞ്ഞ 3 പെൻഡൻറ്റിന് 75 റുപ്പീസ്, ദെൻ ഗുങ്കുരുവും ഗിയർ വയർ, ഗിയർ ലോക്ക് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 10 റുപ്പീസ് അത്രയൊക്കെ ഇടുന്നുള്ളൂ ഞാൻ ചെയ്യുമ്പോൾ. അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ എടുത്ത എഫേർട്ട്, നമ്മളിപ്പോൾ അത് ചെയ്യാൻ വേണ്ടി എടുത്ത ടൈം, അതിനെടുത്തിട്ടുള്ള ആ ഒരു എഫേർട്ട്, അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ട്രാവൽ ചെയ്ത ടൈം, അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ എല്ലാവരും നമ്മൾ പോയി വാങ്ങുന്നവരായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ ഇപ്പോൾ ഡെലിവറി ചാർജ് കൊടുത്തിട്ട് വാങ്ങുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ബൾക്കായിട്ട് കുറച്ച് സാധനം ഒരുമിച്ച് എടുക്കുമ്പോൾ നമ്മൾ റേറ്റ് ഇടുന്നത്. ഓരോ സാധനത്തിനും അതിൻ്റെ ഫുൾ റേറ്റ് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ ഇടുമ്പോൾ ഒരു 20 റുപ്പീസാണ് മേക്കിംഗ് ചാർജ് ആയിട്ട് അതിലിടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് 20-ഓ 30-ഓ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടിടാം. പിന്നെ അതിൽ സെക്കൻഡായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എവിടെയാണോ ഇത് സെയിൽ ചെയ്യാൻ നോക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ്, ഇൻസ്റ്റാഗ്രാം വഴിയിട്ട്, ഫേസ്ബുക്ക് വഴിയിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതെങ്കിൽ ഓൾറെഡി ഉള്ള ഇതുപോലത്തെ സൈറ്റ് ഉണ്ടാവുമല്ലോ, ഇൻസ്റ്റാഗ്രാം IDs വേറെ ഉണ്ടാവുമല്ലോ ഇതുപോലെ ഓൺലൈനിൽ ചെയ്യുന്നത്. അവരൊക്കെ എത്രയാണ് പ്രൈസ് ഇടുന്നത്, നോർമലി എത്ര ഈ ഒരു സാധനങ്ങൾക്ക് റേറ്റ് ഇടാറുണ്ട് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഒരിക്കലും ആ പ്രൈസിന് കൂടുതലായിട്ട് നമ്മൾ മാക്സിമം ഇടാതിരിക്കുക. ഇപ്പോൾ നമുക്ക് ഓൾറെഡി കുറേ കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അറിയുന്നവരാണെങ്കിൽ നമ്മൾ പ്രൈസ് അതിനനുസരിച്ചിട്ട് കൂട്ടിയാലും പ്രോബ്ലം ഇല്ല. ബട്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പ്രൈസ് ഹൈ ആക്കി ഇട്ടിട്ടുണ്ട്. നമ്മുടെ പ്രോഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ആരും വാങ്ങി ട്രൈ ചെയ്ത് നോക്കില്ല. അപ്പോൾ നമ്മൾ മാക്സിമം നമുക്കിപ്പോൾ കുറയ്ക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മേക്കിംഗ് ചാർജിലാണ് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മളിപ്പോൾ വീട്ടിലിരുന്നിട്ട് ചെയ്യുന്ന മീൻസ് നമ്മുടെ ഫ്രണ്ട്സിന്, ഫാമിലി മെമ്പേഴ്സിന്, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള നെയ്ബേഴ്സിന് അവർക്കൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഷോപ്പിലൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് എന്നുള്ളത് നോക്കുക. അതിനനുസരിച്ചിട്ട് റേറ്റ് ഇടുക. പിന്നെ ഒരുപാട് അതിനേക്കാളും കുറച്ചിടാനും പാടില്ല. ഇപ്പോൾ ഷോപ്പിൽ ഒരു 100 രൂപയുടെ സാധനം നമ്മളൊരു 80 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും അതിന് അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ളൂ എന്ന് വിചാരിക്കും. സോ മാക്സിമം ഒരു 95 അല്ലെങ്കിൽ ഒരു 90-ക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാലും പ്രോബ്ലം ഇല്ല. നമ്മൾ അതിനനുസരിച്ചിട്ട് പ്രോഫിറ്റ് കുറച്ചേ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ ഓൺലൈൻ ചെയ്യുമ്പോൾ നമുക്ക് കൊറിയർ ചാർജ് കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് കൊറിയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ചാർജ് ഇടുക. ചിലയിടത്ത് 60 റുപ്പീസ് ഉണ്ട്, ചിലയിടത്ത് 70 ഉണ്ട്, അങ്ങനെ പല റേറ്റാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ കൊറിയർ ചാർജ് കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയാനായിട്ട്.
ഇതൊക്കെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയുക. ദെൻ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ കൂടാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബും മറക്കല്ലേ. താങ്ക് യു ഓൾ.